السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കലീമായ മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും അതിലെ ഗുണപാഠങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ ഫിർഔനിനെ പോലെ അവനെപ്പോലെ ഒരു കാഫിറിനെ, ധിക്കാരിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കുഫറിന്റെ, നിഷേധത്തിന്റെ, അഹങ്കാരത്തിന്റെ എല്ലാം അങ്ങേയറ്റം ആയിരുന്നു ഫിർഔൻ. അതുപോലെ ക്രൂരതയുടെ അവനെ ഈ രൂപത്തിൽ അങ്ങേയറ്റത്തെ ധിക്കാരത്തിലേക്ക്, അങ്ങേയറ്റത്തെ അതിക്രമത്തിലേക്ക് കൊണ്ടെത്തിച്ചത് അവന് ലഭിച്ച അധികാരമായിരുന്നു. അവന്റെ റിയാസ, അവന് ദുനിയാവിൽ ലഭിച്ച അധികാരം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ദുനിയാവിൽ ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ അധികാരവും സമ്പത്തുമാണ്. അധികാരം ഒരുവന് അധികം ലഭിച്ചാൽ അവൻ ഫിർഔനിനെ പോലെ ആയിത്തീരും. പൊതുവെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. പൊതുവെ ആളുകളെ മോശമായ അവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അധികാരം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പണമാണ്. അതൊരുവന് വല്ലാതെ കൂടിയാൽ അവൻ ഖാറൂനെ പോലെ, മൂസ അലൈഹിസ്സലാമിന്റെ ജനതയിൽ തന്നെ ഉണ്ടായിരുന്നവനാണ് ഖാറൂൻ. അവന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ത് ചെയ്തു? ഫിർഔനെ റബ്ബ് കടലിൽ മുക്കി നശിപ്പിച്ചു. ഖാറൂനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ നോക്കൂ, ഇതാണ് അധികാരത്തിന്റെയും പണത്തിന്റെയും എല്ലാം പര്യവസാനം. അത് നേരായ രൂപത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ പൊതുവെ മനുഷ്യനെ അത് രണ്ടും മോശമാക്കി കളയും. ഇല്ലാ മൻ റഹിം അല്ലാഹ്, അള്ളാഹു കരുണ ചൊരിഞ്ഞ, അള്ളാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിച്ച ആളുകൾ ഒഴികെ. ഫിർഔനിന്റെ അരികിലേക്ക് മൂസാ നബിയും ഹാറൂൻ നബിയും അലൈഹിമസ്സലാം ചെല്ലുകയാണ്. അള്ളാഹു ഖുർആനിൽ ആ രംഗം, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ, അവന്റെ രാജസദസ്സിൽ അവന്റെ പ്രധാനപ്പെട്ട ആളുകളും പ്രമാണിമാരുമെല്ലാം ഇരിക്കുന്ന സദസ്സിലേക്ക് ഈ രണ്ട് മഹാന്മാരായ റസൂലുകൾ ചെന്ന രംഗം അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അവർ രണ്ടുപേരും ചെന്ന് അവനോട് പറഞ്ഞു, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹു നിയോഗിച്ച റസൂലുകളാണ്. അൻ അർസിൽ മഅന ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ നീ ഈ പീഡനവും അതിക്രമവും അവരോട് ചെയ്യാതെ അവരെ മോചിതരാക്കുകയും ഞങ്ങളുടെ കൂടെ അവരെ അയക്കുകയും വേണം. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ മനസ്സിലാക്കുമാറ് രണ്ട് നബിമാരും രണ്ട് റസൂലുകളും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, അള്ളാഹുവിനെ അറിയാത്തവരായി ആരാണുള്ളത്? റബ്ബിനെ അറിയാത്തവരാരുണ്ട്? പക്ഷേ മനുഷ്യന്റെ കിബിർ, അവന്റെ അഹങ്കാരം ചിലപ്പോൾ റബ്ബിനെ നിഷേധിക്കുന്നതിലേക്ക് അവനെ നയിച്ചേക്കാം. അതുകൊണ്ട്
ഫിറഔൻ റബ്ബിനെ നിഷേധിക്കുന്ന സംസാരമാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ലോകത്ത് നിഷേധിച്ച അള്ളാഹു ഉണ്ട് എന്നതിനെ നിഷേധിച്ചവർ ലോക ചരിത്രത്തിൽ വളരെ വളരെ വിരളമാണ്, വളരെ വളരെ അപൂർവമാണ്. എന്നാൽ അവരിൽ പ്രധാനിയാണ് ആര്? ഫിറഔൻ. അതുകൊണ്ട് ലോകത്തെ നിരീശ്വരവാദികളുടെ മതനിഷേധികളുടെ റബ്ബില്ല എന്ന് പറയുന്നവരുടെ മുഴുവൻ ഇമാമാണ് ആര്? ഫിറഔൻ. അവരാണ് അവരുടെ മുഴുവൻ ഇമാം. കാരണം ഈ വാദം പറഞ്ഞതായി ചരിത്രത്തിൽ അറിയപ്പെട്ടവർ വളരെ കുറവാണ്. അത് പറഞ്ഞ ഒരുവനാണ് ആര്? ഫിറഔൻ. അള്ളാഹു ഖുർആനിൽ അവന്റെ ഭയാനകരമായ വാക്കുകൾ അള്ളാഹു അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് നമുക്ക് കാണാം. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല. അതുപോലെ ഖുർആനിൽ കാണാം അന റബ്ബുക്കും ലഅല, അവൻ പറഞ്ഞത് അന റബ്ബുക്കും ലഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ നിങ്ങളുടെ റബ്ബ്. അതുപോലെ അവൻ പറഞ്ഞു ഫൗഖിദ് ലി യാ ഹാമാനു അല الطين فاجعل لي صرحا لعلي اطلع الى اله موسى واني لاظنه كاذبا. ഹാമാൻ എന്നത് അവന്റെ മന്ത്രിയായിരുന്നു. ആര്? ഹാമാൻ. ഖാറൂൻ അവന്റെ സമൂഹത്തിൽ ജീവിച്ച പണക്കാരനായിരുന്നു. ഖാറൂനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് അവൻ ഖിബ്തി ആയിരുന്നില്ല, മറിച്ച് ഇസ്രായേലിയായിരുന്നു, ബനു ഇസ്രായേലിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ അവൻ ഫിറഔനിന്റെ ദീനിലായിരുന്നു. എന്നാൽ ഫിറഔൻ ഖിബ്തിയാണ്. അതുപോലെ ഹാമാൻ അവന്റെ ഫിറഔനിന്റെ മന്ത്രിയാണ്. ഹാമാനോട് ഫിറഔൻ പറഞ്ഞു ഇബ്നിലി സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, നീ എനിക്ക് വലിയ ഒരു കെട്ടിടം പണിതു തരൂ, മുകളിലേക്ക് വലിയ പൊക്കമുള്ള ഒരു കെട്ടിടം. ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസായുടെ ഇലാഹിനെ അവിടെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വഇന്നി ലഅദുന്നുഹു കാദിബ, മൂസ പറയുന്നത് കളവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, അവന്റെ അഹങ്കാരം നോക്കൂ. വലിയ കെട്ടിടം പണിതു തരൂ, ഞാൻ പോയി കയറി നോക്കട്ടെ മൂസായുടെ റബ്ബ് ഉണ്ടോ എന്ന്. ആ ആയത്തിലെ അത് ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലെ വലിയ പാഠമാണ്. മൂസ അലൈഹിസ്സലാം ഏതൊരു റബ്ബിലേക്കാണോ ഫിറഔനെയും കൂട്ടരെയും ക്ഷണിച്ചത്, എന്താണ് മൂസാ നബി അവരോട് പറഞ്ഞത്? ആകാശങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്കൊരു റബ്ബുണ്ട് എന്നാണ്. നിങ്ങളുടെ റബ്ബ് എവിടെയാണുള്ളത്? 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്നാണ് മൂസ അലൈഹിസ്സലാം ഫിറഔനോടും കൂട്ടരോടും പറഞ്ഞത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഫിറഔൻ എന്ത് പറഞ്ഞത്? വലിയ കെട്ടിടം ഉണ്ടാക്കി തരൂ, ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ, മൂസായുടെ ഇലാഹിനെ ഞാനൊന്ന് നോക്കട്ടെ, അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കൊടിയ നിഷേധിയുടെ അരികിലേക്ക് ഈ 2 റസൂലുകൾ ചെല്ലുകയാണ്. എന്നിട്ട് റബ്ബിലേക്ക് അവനെ ക്ഷണിക്കുന്നു. അതുപോലെ ഇസ്രായേൽ മക്കളോട് അവൻ ചെയ്യുന്ന ദ്രോഹം അവസാനിപ്പിക്കണം എന്ന് അവനോട് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. സൂറത്ത് ശുഅറായിൽ അല്ലാഹു പറഞ്ഞത് കാണാം. ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഖാല അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ وفعلت فعلتك التي فعلت وأنت من الكافرين قال ألم نربك فينا وليدا, ഞങ്ങൾ നിന്നെ ചെറിയ കുട്ടിയായിരിക്കെ പോറ്റി വളർത്തിയിട്ടില്ലേ? കുറെ വർഷം ഞങ്ങളുടെ കൂടെ നീ കഴിഞ്ഞിട്ടില്ലേ? فعلت فعلتك التي فعلت وأنت من الكافرين, എന്നിട്ട് നീ നിന്റെ ആ ചെയ്തി അഥവാ അബദ്ധത്തിൽ സംഭവിച്ചു പോയ കൊലപാതകമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതും ചെയ്തിട്ട് പോയതല്ലേ? وأنت من الكافرين, നീ നന്ദി കെട്ടവനാണല്ലോ. നോക്കൂ, നിങ്ങൾ കൊടിയ കാഫറാണ്. എന്നിട്ട് അവൻ മൂസ അലൈഹിസ്സലാമിനെ എന്ത് വിളിച്ചു എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു? وأنت من الكافرين എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആലോചിച്ച് നോക്കൂ, ആരെയാണ് വിളിക്കുന്നത്? അന്ന് ഭൂമിക്ക് മുകളിൽ മൂസ അലൈഹിസ്സലാമിനെ പോലെ ശ്രേഷ്ഠനായ മറ്റാരുമില്ല. ആ മൂസാ നബിയോടാണ് ഈ പറയുന്നത്. മൂസ അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞു, قال فعلتها إذن وأنا من الضالين, ഞാൻ അന്ന് എനിക്ക് യഥാർത്ഥ മാർഗം എന്താണെന്ന് അറിയില്ലായിരുന്നു, ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയതാണ്. قال فعلتها إذن وأنا من الضالين
ഫറർതു മിൻകും ലമ്മ ഖിഫ്തുകും, എന്നിട്ട് നിങ്ങളെ പേടിച്ച് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. ഫവഹബ ലി റബ്ബി ഹുക്മൻ വജഅലനി മിനൽ മുർസലീൻ, അള്ളാഹു എനിക്ക് ആ സമയത്ത് ഇതാ ഈ നുബുവത്ത്, ഈ റിസാലത്ത് അത് നൽകുകയുണ്ടായി. എന്നെ അള്ളാഹുവിന്റെ റസൂലായി അവൻ നിയോഗിക്കുകയുണ്ടായി. എന്നിട്ട് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, വതിൽക നിഅമതുൻ തമുന്നുഹാ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായീൽ. ഫിറഔൻ അവൻ മൂസാ നബിയോട് താൻ ചെയ്തു കൊടുത്ത വലിയ ഉപകാരം പോലെ, എന്നിട്ട് ഇങ്ങോട്ട് നന്ദികളാണല്ലോ കാണിച്ചത് എന്ന രൂപത്തിൽ പറഞ്ഞതാണ് എന്ത്, ഞങ്ങളാണ് നിന്നെ പോറ്റി വളർത്തിയത്. മൂസാ അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, വതിൽക നിഅമതുൻ തമുന്നുഹാ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, നീ എനിക്ക് ചെയ്തു തന്ന ആ ഉപകാരം എന്തോ വലിയ അനുഗ്രഹം ചെയ്തതുപോലെ നീ പറയുകയാണോ? എന്തിനു പകരം? ഇസ്രായേൽ മക്കളെ മുഴുവൻ ഈ അടിമകളാക്കി അവരെ ചവിട്ടി മെതിച്ചതിന് പകരം ഒരു ഉമ്മത്തിനെ ഒന്നാകെ അടിച്ചമർത്തി ചവിട്ടി മെതിച്ച് അവരുടെ പുരുഷന്മാരെ കൊന്നുകളഞ്ഞ് അങ്ങനെ ചെയ്തിട്ട് അവരിൽപ്പെട്ട ഒരാളായ എന്നെ, ഒരു മനുഷ്യനായ എന്നെ പോറ്റി വളർത്തിയത് നീ വലിയ ഉപകാരമായി പറയുകയാണല്ലോ. അലൈഹിസ്സലാമിന്റെ മറുപടി നോക്കൂ നിങ്ങൾ. وتلك نعمة تمنها علي أن عبدت بني إسرائيل, ഇസ്രായേൽ മക്കളെ മുഴുവൻ അടിമകളാക്കി അവരെ അടിച്ചമർത്തിയിട്ട് എനിക്ക് ചെയ്തു തന്ന അവരിൽ ഒരാളായ എനിക്ക് ഉപകാരം ചെയ്തത് നീ വലിയ കാര്യമായി എടുത്തു പറയുകയാണ്. ഇതുപോലെയാണ് സുബ്ഹാനല്ലാഹ് അതിക്രമികളും കുഫാറുകളുമായ ആളുകളുടെ ന്യായങ്ങൾ തലതിരിഞ്ഞ ന്യായങ്ങളായിരിക്കും. മനസ്സിലായി, അവരാ പറയുന്ന ന്യായം ഒന്ന് മനസ്സിലാക്കിയാൽ, ഒന്ന് ചിന്തിച്ചാൽ അത് അങ്ങേയറ്റത്തെ അന്യായമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫിറഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് റബ്ബുൽ ആലമീൻ? ഫമൻ റബ്ബുകുമാ യാ മൂസ. സൂറത്ത് ത്വാഹയിൽ കാണാം നിങ്ങളുടെ രണ്ടുപേരുടെ റബ്ബാരാണ് മൂസ. അവന്റെ ചോദ്യം നോക്കൂ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം അതിനിടയിലുള്ളതിന്റെയും എല്ലാം റബ്ബ് നീ ശരിക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ശരിക്ക് മനസ്സിലാക്കുന്നുവെങ്കിൽ. സൂറത്ത് ത്വാഹയിൽ കാണാം, റബ്ബുന അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എല്ലാത്തിനും അതിന്റെ രൂപം നൽകിയ, സകലത്തിനെയും പടച്ച, സുമ്മ ഹദാ, എന്നിട്ട് അതിനെല്ലാം അതിന്റെ ഹിദായത്ത് നൽകിയവനാണവൻ. എന്താണ് ആ ഹിദായത്ത് എന്നാൽ? അത് ഹിദായ ആമ്മ എന്ന് പറയും. സകല പടപ്പുകൾക്കും അള്ളാഹു നൽകിയ ഒരു ഹിദായത്തുണ്ട്, ഹിദായത്തിന്റെ ഒരു ഇനമുണ്ട്. എന്താണത്? ആ ഹിദായത്ത് എന്നാൽ അത് അവനവന്റെ മസാലിഹ്, അവനവന്റെ മഫാസിദ് എവിടെയാണ് എന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഹിദായത്താണ്. നിങ്ങൾ നോക്കൂ, ചെറിയ കുഞ്ഞിന് എന്തറിയാം? അതിന് അപ്പോൾ ആവശ്യമുള്ള കാര്യം അതിനറിയാം. അതിന് അതിന്റെ ഉമ്മ അതിന്റെ വായിലേക്ക് വെച്ചുകൊടുത്താൽ ആ കുഞ്ഞത് വലിച്ചു കുടിക്കും, അത് തെരഞ്ഞു പിടിക്കും. അതുപോലെ വിശക്കുമ്പോൾ അതിന് കരയാനറിയാം. മൃഗങ്ങളെ നോക്കൂ നിങ്ങൾ, ഇതുപോലെ ഓരോന്നിനും അതിന്റെ മസാലിഹ്, അതിന്റെ മഫാസിദ്, അതിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന ഹിദായത്ത് നൽകിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത് സുബ്ഹാനല്ലാഹ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങേയറ്റത്തെ അത്ഭുതം അല്ലാഹു റബ്ബുൽ ആലമീൻ ഓരോ ജന്തുക്കൾക്കും ജീവികൾക്കും അതുപോലെ പടപ്പുകൾക്കുമെല്ലാം അള്ളാഹു നൽകിയ ഈ ഹിദായത്തിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അള്ളാഹു എങ്ങനെയാണ് ഈ ലോകം അതിന്റെ മസ്ലഹത്തുകൾ ശരിയായ രൂപത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. ഒരു പഴം അത് കഴിക്കുമ്പോൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന്റെ മനോഹരമായ മധുരകരമായ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്ക് കഴിക്കാം. എന്നാൽ പൊതുവെ കൈപ്പേറിയതും അല്ലെങ്കിൽ കട്ടി കൂടിയതും നമുക്ക് കഴിക്കാൻ സാധിക്കാത്തതുമായ കാര്യം വലിച്ചെറിയുന്നു. അതിലൂടെയാണ് എന്തുണ്ടാകുന്നത്? ആ വലിച്ചെറിയുന്ന കുരുവിലൂടെയാണ്, വിത്തിലൂടെയാണ് ആ സസ്യം മുളച്ചു പൊങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിശ്ചയിച്ച കാര്യങ്ങളിലെ ഹിക്മത്ത്, ഓരോന്നിനും അതിന്റെ മാർഗനിർദ്ദേശം അല്ലാഹു നൽകിയത്. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കുതിര അത് തന്റെ കുഞ്ഞിനെ ചവിട്ടി പോകാതിരിക്കാൻ അതിന്റെ കാൽ മുകളിലേക്ക് ഉയർത്തി വെക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ നിശ്ചയിച്ചു കൊടുത്ത റഹ്മത്തിന്റെ ഭാഗമാണത്. അതിന്റെ കുഞ്ഞുങ്ങൾ അതാ പറക്കുന്നു, അതിനറിയാം
എവിടെ പോകണം, എന്ത് ചെയ്യണം, ഈ രൂപത്തിലുള്ള ഓരോന്നിന്റെയും മസ്ലഹത്തും മഫ്സദത്തും അള്ളാഹു ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഹിദായത്ത്, അതാണ് ഈ ആയത്തിൽ പറഞ്ഞ ഹിദായ. റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. നമ്മുടെ റബ്ബെന്നാൽ ഓരോ പടപ്പിനും അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ രൂപം നൽകിയവനും എന്നിട്ട് അതിന് ഹിദായത്ത് നൽകിയവനുമാണ്. സൂറത്ത് ശുഅറായിൽ നമുക്ക് കാണാം, ഫിറഔൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ. അവനവന്റെ ചുറ്റുമുള്ള ആളുകളോട് മൂസാ അലൈഹിസ്സലാമിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അലാ തസ്തമിഊൻ, കേൾക്കുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ, എന്താ ഈ പറയുന്നത്? പരിഹാസമാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബുക്കും വറബ്ബു അബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും റബ്ബ്. അപ്പോൾ അവൻ പറഞ്ഞു, ഖാല ഇന്ന റസൂലക്കും അല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റസൂൽ ഒരു മജ്നൂനാണ്. മജ്നൂൻ എന്നാൽ എന്താ? ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ബുദ്ധി അഖലില്ലാത്ത ആൾക്കാണ് മജ്നൂൻ എന്ന് പറയുക. മൂസാ അലൈഹിസ്സലാം അതിന് പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അതിനിടയിലുള്ളതിന്റെ എല്ലാം റബ്ബ് ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾക്ക് അഖലുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ. അതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന്. റബ്ബിനെ തിരിച്ചറിയാത്തവൻ എന്ത് ബുദ്ധിയാണുള്ളത്? അവൻ മജ്നൂൻ എന്ന് വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ മൂസാ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ ക്ഷണിക്കുന്ന റബ്ബ് അവൻ ആകാശങ്ങളുടെ ഭൂമിയുടെ റബ്ബാണ്, അതിനിടയിലുള്ളതിന്റെ റബ്ബാണ്, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും റബ്ബാണ്, അവരെയും നിങ്ങളെയും എല്ലാം പടച്ച റബ്ബാണ്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ്. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ റസൂലുകൾക്കല്ല ആഖലില്ലാത്തത്, മറിച്ച് അവർ പരിപൂർണമായ ആഖലുള്ളവരാണ്. റബ്ബിന്റെ നബിമാർ ശത്രുക്കളിൽ നിന്ന്, എതിരാളികളിൽ നിന്ന് കേട്ടിട്ടുള്ള വാക്കാണ് മജ്നൂൻ എന്ന വാക്ക്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരത് വിളിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ താമായ അഖൽ, പരിപൂർണമായ അഖൽ ആർക്കാണുള്ളത്? അള്ളാഹുവിന്റെ റസൂലുകൾക്കാണ്. പിന്നെ ആർക്കാണ് ആ അഖലുള്ളത്? ആ റസൂലുകളെ ഏറ്റവും നന്നായി പിൻപറ്റുന്നവർക്കാണ്. കാരണം സഹോദരങ്ങൾ, അഖൽ എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ യഥാർത്ഥ അഖൽ എന്നാൽ ആഖിബത്ത് ചിന്തിക്കുക എന്നതാണ്. ആഖിബത്ത് എന്താണ്? ഒരു കാര്യം ചെയ്താൽ ഇതിന്റെ പര്യവസാനം എന്തായിരിക്കും, ഇതിന്റെ ഫലം ഇത് എവിടെ പോയി നിൽക്കും, ഇതിന്റെ വരും വരായിക എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് യഥാർത്ഥ അഖൽ. അത് മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? പോരാ. മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച്, മനസ്സിലാക്കിയതനുസരിച്ച് ഒരു വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടി വരും. അതിന് അജ്മ എന്ന് പറയും, ഉറച്ച തീരുമാനം. ഇത് രണ്ടുമാണ്, ഇത് രണ്ടും ഉണ്ടായിരിക്കുക. ആദ്യത്തേതിന് വേണ്ടത് ഇൽമാണ് എങ്കിൽ രണ്ടാമത്തേന് വേണ്ടത് അമലാണ്. ആദ്യത്തേതിന് വേണ്ടത് ഇൽമാണ്, വരുംവരായിക മനസ്സിലാക്കുക, അതിനറിവ് വേണം. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അമൽ വേണം. ഒന്നാമത്തേതിന് ഹിദായത്ത് വേണം, രണ്ടാമത്തേന് സബർ വേണം. ഒന്നാമത്തേതിന് ഹിദായത്ത് വേണം, രണ്ടാമത്തേതിന് സബർ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരാൾക്ക് യഥാർത്ഥ ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് പറഞ്ഞത്? ജഹാലത്താണെന്ന് പറഞ്ഞു. അല്ലാഹു ഖുർആൻ സൂറത്തുൽ നിസായിൽ പറഞ്ഞത് കാണാം, ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم. തൗബ എന്നാൽ അല്ലാഹു അത് ബാധ്യതയായി ഏറ്റിട്ടുള്ളത്, അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഏറ്റിട്ടുള്ളത് ആർക്കാണ്? ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാല, ജഹാലത്ത് കൊണ്ട് തെറ്റ് ചെയ്തു പോകുന്നവർക്കാണ്. ثم يتوبون من قريب, എന്നിട്ട് ഖരീബൻ, അടുത്തു തന്നെ തൗബ ചെയ്യുന്നവർക്കാണ്. എന്താണ് ആയത്തിന്റെ തഫ്സീർ? മുൻഗാമികൾ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെടുത്തുന്ന വിശദീകരണം അതിൽ പറഞ്ഞത് കാണാം. മുൻഗാമികൾ പറഞ്ഞു, എത്ര വലിയ അറിവുള്ള ഒരാൾ തിന്മ ചെയ്താലും ആ കാര്യത്തിൽ അവൻ ജാഹിലാണ്, അവൻ പ്രവർത്തിച്ചിട്ടുള്ള ജഹാലത്താണ്, കേട്ടത് വിവരക്കേടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ ധിക്കരിക്കാൻ. അതല്ലാതെ എന്തല്ല, ഒരു തിന്മയാണ് എന്ന് അറിയാതെ ചെയ്തു പോയതിനല്ല എന്ത് പറയുന്നത് അവിടെ ആയത്തിൽ ഉദ്ദേശിച്ചത്. കാരണം ഒരാൾ തിന്മയാണെന്ന് അറിയാതെ ചെയ്ത അയാൾക്ക് കുറ്റമേ ഇല്ല എന്നാണ്. അഫ്സല അയാൾക്ക് കുറ്റമേ ഇല്ല. ഒരു കാര്യം, അയാൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്,
അള്ളാഹു ഹറാമാക്കിയത് ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് അയാൾ ഒരു കാര്യം ചെയ്യും, അയാൾക്കറിയില്ല ഇത് അള്ളാഹിന്റെ ദീനിൽ ഹറാമാണ്, അറിയില്ല. അങ്ങനെ എത്രയോ ആളുകൾ എത്രയോ തിന്മകൾ ഹറാമെന്ന് അറിയാതെ ചെയ്തു പോയ ആളുകൾ. ഇപ്പൊ പല സഹോദരങ്ങളും പലരും, ഞാൻ ഒരുപാട് കാലം സംഗീതമെങ്കിൽ ആസ്വദിച്ച് ജീവിച്ചിരുന്നു, അത് കേട്ടിരുന്നു, എനിക്കറിയില്ല ഹറാമാണ്. അയാൾക്കൊരാൾ പറഞ്ഞു കൊടുക്കുക, അല്ല ഇത് ഹറാമാണ്, ഇന്ന തെളിവുകൾ ഇതിന് വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു, ആരാണോ ലഹുൽ ഹദീസ് വിലക്ക് വാങ്ങുന്നത്, വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. ലഹുൽ ഹദീസിനെ കുറിച്ച് സഹാബത്ത് പറഞ്ഞത് ഗിനാഅൻ. അതുപോലെ പിശാച് വസ്തഫ്സിദ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്, അല്ലാഹു ശൈത്താനോട് പറഞ്ഞു, നീ നിന്റെ ശബ്ദം കൊണ്ട് ആളുകളെ ഇളക്കി വിട്ടോളൂ. മുൻഗാമികളിൽ പലരും പറഞ്ഞത് കാണാം, അവന്റെ ശബ്ദം എന്നാൽ അത് സംഗീതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ-ഹിറ വൽ-ഹരീറ വൽ-ഖംറ വൽ-മആജിസ്. എന്റെ ഉമ്മത്തിൽ സംഗീതം ഹലാലാണെന്ന് വാദിക്കുന്ന ആളുകൾ വരും. ഈ ഉമ്മത്തിൽ ആളുകളെ ആളുകളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയും മറ്റും ചെയ്യുന്ന ശിക്ഷകൾ ഉണ്ടാകും. എപ്പോഴാണ്? ലശുരിബത്തുൽ ഖുമൂർ വബഹറത്തുൽ ഖൈനാത്ത് വൽ-മആജിസ്. സംഗീതോപകരണങ്ങളും നർത്തകിമാരും പ്രത്യക്ഷപ്പെട്ടാൽ, മദ്യപാനം വ്യാപകമായാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഹദീസുകൾ, ഇത് മുൻഗാമികൾ ധാരാളം ആളുകൾ പറഞ്ഞു സംഗീതം മനസ്സിൽ നിഫാഖ് നട്ടുവളർത്തും, തിന്മകളെ വ്യഭിചാരത്തിലേക്ക് അത് നയിക്കും. ഒരാളത് മനസ്സിലാക്കിയ എത്രയോ സഹോദരങ്ങളെ നമുക്ക് കാണാം, അത് മനസ്സിലാക്കിയ ഉടനെ അതിന്റെ അടിമകളായിരുന്ന ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അതിന്റെ അടിമകളായി ഒരാൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി അവൻ അത് മാറ്റി അവൻ ഖുർആൻ മനോഹരമായി ഓതുന്ന ഖിറാഅത്തുകൾ കേട്ട് ശീലിക്കുക എന്നത്, അത് ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴിയാണത്. മനസ്സിലായി? കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആസ്വദിക്കാൻ, അതുപോലെ പാഠം ഉൾക്കൊള്ളാൻ, ഹൃദയങ്ങൾക്ക് ഏറ്റവും നല്ല നന്മയിലേക്ക് നയിക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ് അവന്റെ ഖുർആൻ. അതുകൊണ്ടാണ് ശൈത്താന്റെ ഖുർആനാണ് സംഗീതമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അവന്റെ വേദമാണ്, അവന്റെ ഖുർആനാണെന്ത്, അഥവാ അവന്റെ വേദമാണെന്ത് സംഗീതം എന്ന് പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അതുകൊണ്ട് റബ്ബിന്റെ ഖുർആനും ശൈത്താന്റെ ഖുർആനും ഒരുവന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഒരുമിച്ച് നിൽക്കുകയില്ല, ഏതെങ്കിലും ഒന്നേ നിൽക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് കാണാം, അത് എന്ത് ചെയ്യുക, മനോഹരമായി നിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന ഖാരികൾ, ഓരോരുത്തർക്ക് അത് ഓരോ രൂപത്തിൽ. ചില ആളുകളുടെ ഖിറാഅത്ത് വളരെ ഇഷ്ടമായിരിക്കും, ശരി, നീ അത് കേൾക്ക്. അതുപോലെ ചില സൂറത്തുകൾ ചില ആളുകൾ പാരായണം ചെയ്യുമ്പോൾ വളരെ മനോഹരമായി ചില ആളുകൾക്ക് തോന്നും. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഖുർആനിന്റെ പാരായണത്തിൽ അതിന്റെ അർത്ഥത്തിൽ അത്ഭുതമുണ്ട് എന്നതുപോലെ അതിന്റെ കേൾവിയിലും എന്തുണ്ട്, അത്ഭുതമുണ്ട്. ഇത് കേൾക്കുക എന്നാൽ അത്ഭുതമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഖുർആൻ പാരായണം കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ദാവൂദിന്റെ കുടുംബത്തിന് നൽകപ്പെട്ട മിസ്മാർ നൽകപ്പെട്ടിട്ടുണ്ട്. മിസ്മാർ എന്നാൽ യഥാർത്ഥത്തിൽ ആ പദം സംഗീതത്തിന് കൂടി ഉപയോഗിക്കുന്ന വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈണത്തെ ആ വാക്കായിട്ടാണ് ഉപയോഗിച്ചത്. ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് നൽകപ്പെട്ട മിസ്മാർ നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അബൂ മൂസ അശ്അരിയുടെ പാരായണം സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കേട്ടിട്ട് പറയാം. എന്താ ദാവൂദ് നബിയുടെ പാരായണം? ദാവൂദ് അലൈഹിസ്സലാം ജബൂർ പാരായണം ചെയ്താൽ യുസബ്ബിഹ്ന മഅഹു, പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ എന്ത് ചെയ്യും? ദാവൂദ് നബിയുടെ കൂടെ തസ്ബീഹ് ചെയ്യുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ പാരായണം? അത് നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് അബൂ മൂസ അശ്അരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ മൂസ പറഞ്ഞു, നബി അങ്ങ് കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് ഈണത്തിൽ അത് പാരായണം ചെയ്തേനെ. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൂടുതൽ ഭംഗിയിൽ അനുഭവപ്പെടാൻ വേണ്ടി എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബിഅസ്വാതികും, സയ്യിനുൽ ഖുർആന ബിസ്വാതികും, നിങ്ങൾ ഖുർആൻ പാരായണം നിങ്ങളുടെ ശബ്ദം കൊണ്ട് മനോഹരമാക്കുക. എന്താണ് മനോഹരമാക്കാൻ പറഞ്ഞത്? പാരായണമാണ്. നമ്മൾ നേരത്തെ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഖുർആൻ ഒരാൾക്ക് അള്ളാഹിന്റെ കലാം ആരും മനോഹരമാക്കേണ്ടത് അത് മനോഹരം തന്നെയാണ്. മറിച്ച് എന്താണ് മനോഹരമാക്കേണ്ടത്? പാരായണം. അതൊരാൾ മനോഹരമാക്കി ഓതുകയാണ്. എന്ത്? കേൾക്കുന്ന ആളുകൾക്ക് ഇത് മുഖേന തഖ്വ വർദ്ധിക്കട്ടെ എന്ന നിയത്തിൽ, അല്ലാതെ ഞാൻ നല്ല കാര്യമാണെന്ന് നിയത്തിലല്ല. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഫലം ചെയ്യട്ടെ എന്ന നിയത്തിൽ നന്നായി പാരായണം ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? പാരായണത്തിന്റെ ഭംഗി കൂട്ടാം. അതിനൊരു തെളിവാണ് അബൂ മൂസയുടെ ഈ വാക്ക്. ഇത് അങ്ങ് കേൾക്കുമെന്ന് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?
നല്ല ഭംഗിയിൽ ഞാനത് ഓതുമായിരുന്നു എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിട്ടില്ല. ഞാൻ കേൾക്കാൻ വേണ്ടി നീ അങ്ങനെ ഭംഗി കൂട്ടാൻ പാട് എന്ന് പറഞ്ഞു ഇല്ല. മറിച്ച് ഈ നിയ്യത്തിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുക എന്നത് നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശ്രദ്ധിച്ചു കേൾക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അത് കേൾക്കുമെന്ന്, ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഏത് ശബ്ദവും കേൾക്കുന്നുണ്ട്, പക്ഷെ അവൻ പ്രത്യേകമായ ഒരു കേൾവി എന്ത് ചെയ്യും, ഖുർആൻ പാരായണത്തിന് അത് കേൾക്കുമ്പോൾ അവൻ അത് അങ്ങനെ കേൾക്കുമെന്നാണ്. മലായിക്കത്ത് അടുത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത്. ഖുർആൻ എന്ത് ചെയ്യുക, അത് പാരായണം ചെയ്ത് ഇതിലുള്ള ഒരാളുടെ താല്പര്യം ഒരാൾ പതുക്കെ ഒഴിവാക്കുക. കാരണം അതിൽ പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസമാണ്. ആളുകളുടെ മനസ്സ് വല്ലാതെ അതിലേക്ക് ചാഞ്ഞുപോകും. അങ്ങനെ ആകർഷിക്കുന്നത് പ്രത്യേകിച്ച് അതിൽ മുങ്ങിയിട്ടുള്ള ആളുകൾ. പക്ഷെ അത് ഒഴിവാക്കുക വളരെ നിർബന്ധമാണ്. നമ്മുടെ ദീനും ദുനിയാവും ഫസാദിലാക്കി കളയുന്ന കാര്യമാണ്. മനുഷ്യനെ ഒരു ഉപകാരവുമില്ലാത്ത ചിന്തയിലേക്ക്, മോശം കാര്യങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുക. അത് യാതൊരു ഖൈറുമില്ല. ഇന്നുവരെ പാട്ട് കേട്ടിട്ട് നന്നായ ഒരാളും ലോകത്തുണ്ടായിട്ടില്ല. സംഗീതം കേട്ടിട്ട് നന്നായതെന്നാൽ അത് കേട്ടിട്ട് മോശക്കാരായ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല അതിന്റെ ആളുകളെ പൊതുവെ നിങ്ങൾ നോക്കിക്കോളൂ. സംഗീതത്തിന്റെ ആളുകൾ, അതിന്റെ പിന്നാലെ നടക്കുന്ന അത് കമ്പോസ് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ നോക്കൂ നിങ്ങൾ. മദ്യം, ലഹരി, അതുപോലെ അവിഹിതമായ ബന്ധങ്ങൾ, ഇതുമായി നിങ്ങളിത് നോക്കിക്കോളൂ. ബഹുഭൂരിപക്ഷം ഇതിനറിയപ്പെട്ട ആളുകളുടെ കഥകൾ നിങ്ങൾക്ക് ഇത് കാണാം. സംഗീതത്തിന്റെ കൂടെ എന്ത്, ലഹരി, അതുപോലെ അവിഹിതമായ ബന്ധങ്ങൾ. ഹദീസിൽ വന്ന കോറോ നോക്കൂ നിങ്ങൾ. ഇദാ ശുരിബത്തുൽ ഖുമൂർ വദഹറത്തുൽ ഖൈനാതു വൽ മആസിഫ്, മദ്യപാനം വ്യാപകമായാൽ, അതുപോലെ നർത്തകിമാരും സംഗീതോപകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ ആലോചിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു ഉപകാരവുമില്ലാത്ത കാര്യത്തിലേക്ക് ജനങ്ങളെ നയിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയും. എത്രയോ കുഫാറുകൾ, മുസ്ലിമീങ്ങളല്ലാത്തവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഇസ്ലാം സ്വീകരിക്കുന്നതിന് അവർക്ക് തടസ്സമായിട്ടുള്ളത് ഈ സിനിമയും സംഗീതമൊക്കെയാണ്. കാരണം അതിലിങ്ങനെ ജീവിച്ചു പോവാണ്, ആ ഒരു ലഹരിയിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അവർ യാഥാർത്ഥ്യ ലോകത്തേക്ക് നോക്കാൻ ഒരു താല്പര്യമില്ല, നേരവുമില്ല. വേറൊരു ലോകത്താണ് അവർ ജീവിക്കുക. യാഥാർത്ഥ്യ ലോകവുമായി അവർക്ക് ബന്ധമുണ്ടാവുകയില്ല. അതുകൊണ്ട് ദുനിയാവും പലരുടേതും ഫസാദിലായിരിക്കും. അങ്ങനെ ആളുകളുടെ ദുനിയാവും പൊതുവെ ബുദ്ധിമുട്ട്. കാരണം ദുനിയാവിന് അവന്റെ മസാദ് നോക്കാൻ വേണ്ടി നേരം ഉണ്ടാവില്ല. ഇത് കേട്ട് ഇങ്ങനെ നടക്കല്ലേ. അപ്പൊ നമുക്ക് പറഞ്ഞു വന്നത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അത് ഉപേക്ഷിച്ച എത്രയോ ആളുകളുണ്ട്. പക്ഷെ അതുവരെ അവൻ അറിയില്ല, അവന്റെ നാട്ടിൽ അത് ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വലിയ ഖൈറിന്റെ തൗഹീദിന്റെ ആളുകൾക്ക് അത് അറിയില്ലായിരുന്നു പലർക്കും. റഹിമഹുമുല്ലാഹ് വഗഫറല്ലാഹു ലഹും. ഖൈറിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക് അതറിയില്ലായിരുന്നു. അറിയാതെ അവരത് കേട്ടുപോയാൽ അസ്സലും കുറ്റമില്ല എന്നാണ്. അവർ ഹറാം ഒരാൾക്ക് അറിയില്ല, ഹറാമാണെന്ന് അറിയില്ല, അവനത് പ്രവർത്തിച്ചു, അവന് കുറ്റമില്ല. ശരിയാണ്, അവൻ ദീനിന്റെ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ചില മസാലകൾ ചില നാടുകളിൽ എന്തായിരിക്കുകയില്ല, ചിലപ്പോൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. വളരെ എല്ലാവർക്കും അറിയുന്ന മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ അങ്ങനെയുള്ള ഹറാമുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നു. അത് അങ്ങനെയുള്ള ഹറാമുകൾക്ക് പറയും മഅലൂമുൻ ബിദ്ദീനി ബിദ്ദറൂറ. ദീനിൽ അത്യന്താപേക്ഷിതമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതെല്ലാവർക്കും അറിയുന്നതാണ്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പൊതുവെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. പക്ഷെ ചില ഹറാമുകൾ എന്തായാലും ഹഫിയായിരിക്കും, ചില നാടുകളിൽ പ്രത്യേകിച്ച് അത് അറിയുണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുമ്പ് താടി വടിക്കുക എന്നത് അതൊരു പാടില്ലാത്ത സംഗതി, അതൊരു തെറ്റാണ് എന്ന് പലർക്കും അറിയില്ലായിരുന്നു പഴയ കാലത്ത്. അതുപോലെ നോക്കൂ, പിന്നെ ചില ഹറാമുകൾ അങ്ങനെ അറിയാതെ പോയാൽ അതേക്കുറിച്ചല്ല ആയത്തിലുള്ളത്. മറിച്ച് എന്താണ്, അറിഞ്ഞു പക്ഷേ അവൻ ആ തെറ്റ് ചെയ്തു എങ്കിൽ അവൻ ജാഹിലാണെന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. എപ്പോൾ തൗബ ചെയ്താൽ തൂബൂന മിൻ ഖരീബ്, അടുത്തു തന്നെ തൗബ ചെയ്താൽ എന്നാണ് അതിന്റെ അർത്ഥം. മുൻഗാമികൾ പറഞ്ഞ അവിടെ ഖരീബ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഐ ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുൻപ് എന്നാണ്. മരണത്തിന് മുൻപ് തൗബ ചെയ്തോ അള്ളാഹു പുറത്തു. മരണത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖരീബ് എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം അറബിയിൽ ഒരു ചൊല്ലുണ്ട്, കുല്ലു മാ ഹുവ ആതിൻ ഖരീബ്, കുല്ലു മാ ഹുവ ആതിൻ ഖരീബ്. വരുമെന്നുറപ്പുള്ളതൊക്കെ ഖരീബാണ്, അടുത്താണ്. വരുമെന്നുറപ്പുണ്ടോ
അടുത്താണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കും. വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, എന്നാൽ അവർ അശ്രദ്ധയിൽ മുഴുകുകയാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു ഇഖ്തറബത്തിസ് സാഅ വൻശഖൽ ഖമർ. അന്ത്യസമയം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ത്യസമയത്തെക്കുറിച്ച് അള്ളാഹു എന്താണ് പറയുന്നത്? അന്ത്യനാളിനെ കുറിച്ച് അടുത്തെത്തി. വരുമെന്നുറപ്പുണ്ടോ? അത് തന്നെ മുന്നിലുണ്ട്. മരണത്തിന് മുമ്പ് എന്ന് അള്ളാഹു പറഞ്ഞു മുൻഗാമികളുടെ ഈ തഫ്സീർ പ്രകാരം. അഥവാ മരണത്തിന് മുമ്പ് തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കും. പക്ഷേ റൂഹ് തൊണ്ടക്കുടിയിലെത്തിയാൽ അള്ളാഹു പുറത്ത് കൊടുക്കുകയില്ല. തൊട്ടടുത്ത ആയത്തിൽ അതാണ്, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന അസ്സയ്യിആത്ത് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ. തൗബ ആർക്കുള്ളതല്ല? മരണം മുന്നിൽ ഹാജരാകുന്നതുവരെ തിന്മ ചെയ്യുകയും എന്നിട്ട് ഇന്നി തുബ്തു അൽആൻ, ഞാനിത് ഇപ്പൊ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞവർക്കുമുള്ളതല്ല. അതുപോലെ കാഫറുകളായി മരിച്ചവർക്കുള്ളതുമല്ല. സൂറത്തുൻ നിസായിലെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു അതാണ് പറയുന്നത്. നമുക്ക് അറിയില്ല എപ്പോഴാണ് മരിക്കുക, അതുകൊണ്ട് വേഗം തൗബ ചെയ്യുക. തൊട്ടടുത്ത നിമിഷം മരിച്ചേക്കാം, അതുകൊണ്ട് പെട്ടെന്ന് തൗബ ചെയ്യുക. ശ്രദ്ധിക്കുക, പെട്ടെന്ന് തൗബ ചെയ്യാതിരിക്കുക തൗബ ചെയ്യേണ്ട വേറൊരു തിന്മയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് തൗബ ചെയ്യാത്തവരാണ് അക്രമികൾ. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു തൗബ ഉടനടി ചെയ്യണം, അല്ലെങ്കിൽ തൗബ മാറ്റിവെച്ചത് മറ്റൊരു കുറ്റമാണ്, അതിന് വേറെ തൗബ ചെയ്യേണ്ടി വരും. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു അതെല്ലാം പരിഹരിക്കപ്പെടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിനോട് എല്ലാ തിന്മയിൽ നിന്നും പാപമോചനം തേടുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അല്ലാഹു എൻ്റെ തിന്മകൾ മുഴുവൻ നീ പുറത്തു തരണേ, ചെറുതും വലുതും, ആദ്യത്തേതും അവസാനത്തേതും, രഹസ്യവും പരസ്യവും. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി കുല്ലഹു ദിഖ്ഖഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അള്ളാഹു പറഞ്ഞു വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളെ നിങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. മുസ്ഹഫുകൾ എടുത്തു നോക്കിയാൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളി അവസാനം കാണുക ഈ ആയത്തിലാണ്. സൂറത്തുൽ ഹരീമിലെ ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ തൗബ ചെയ്ത് അവനിലേക്ക് മടങ്ങൂ. യാ അയ്യുഹല്ലദീന ആമനു എന്ന റബ്ബിന്റെ വിളി മുസ്ഹഫിൽ അവസാനം കാണുക ഈ ആയത്തിലാണ്. അതുകൊണ്ട് തൗബ വൈകിപ്പിക്കരുത്. പറഞ്ഞു വന്നത് നോക്കൂ, തിന്മ ചെയ്യാതിരിക്കാൻ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ആഖിബത്തിനെ കുറിച്ചുള്ള അറിവ്. അത് ഇൽമിലൂടെയാണ് ലഭിക്കുക. ഒരാളുടെ ബുദ്ധിയുടെ അടയാളം അതാണ്. അതുപോലെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള അസ്മ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു, അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അസീമത്ത് ചോദിക്കുന്നു, എല്ലാ ഖൈറിലുമുള്ള അസീമത്ത്, ഖൈറിൽ ഉറച്ചു നിൽക്കാനുള്ള അസീമ, ഉറച്ച നിശ്ചയദാർഢ്യം ചോദിക്കും. കാരണം ചില ഖൈർ നമ്മൾ അറിയും, ചെയ്യുന്ന സമയത്തെത്തിയാൽ തളർന്നു പോകും. ചില തിന്മകൾ തിന്മയാണ്, ചെയ്യരുത് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹു ഞാൻ നിന്നോട് എല്ലാ ഖൈറിലും അസീമത്ത് ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്തത് കാണാം. അപ്പൊ നോക്കൂ, ആഖിൽ എന്ന് പറയുന്നത് ഖൈർ മനസ്സിലാക്കലും അത് ചെയ്യലുമാണ്, ഷർറ് മനസ്സിലാക്കലും അതിൽ നിന്ന് മാറി നിൽക്കലുമാണ്. ആഖിൽ ആർക്കാനുള്ള? അള്ളാഹുവിന്റെ നബിമാർക്ക് അവരുടെ അനുയായികൾക്കുമാണ്. അതല്ലാതെ റബ്ബിനെ നിഷേധിച്ചവർക്കോ അതിനെ തള്ളിക്കളഞ്ഞവർക്കോ അല്ല. അതുകൊണ്ട് യുക്തിവാദി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതിന് യുക്തി എന്ന് പറയുന്നത് അവന്റെ അടുത്തൂടെ പോയിട്ടില്ല. യുക്തി അവനുണ്ടോ അവൻ ഖൈർ മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യണം, ഷർറ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. ഖൈറും ഷർറും എന്ന് പറയുന്നത് സംഗതി തന്നെയല്ല, ഒക്കെ ആപേക്ഷികമാണെന്ന് പറയുന്നവന് എന്ത് യുക്തിയാണുള്ളത്? അവന്റെ ദീൻ പ്രകാരം എന്താണ്? ഖൈർ ആപേക്ഷികം, ഷർറും ആപേക്ഷികം. ഒരാൾക്ക് കൊലപാതകം ഖൈറാണെന്ന് തോന്നിയാൽ എനിക്ക് ന്യായമുണ്ടായാൽ ഖൈറാണ്. അതുകൊണ്ടാണ് യുക്തിവാദികളുടെ വലിയ നേതാക്കന്മാർ അവരുടെ സ്റ്റേറ്റ് കെട്ടിപ്പടുക്കുവാൻ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയത്. മനസ്സിലായില്ലേ? ഒരുപാടും ചുറ്റുകയും കൊന്നു തള്ളിയ മനുഷ്യരുടെ കണക്ക് കോടികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? കാരണം അവനതാണ് ശരി.
അവന്റെ ഈ സ്വർഗം, ഭൂമിയിലെ സ്വർഗം, എല്ലാവർക്കും സമത്വം നൽകുന്ന സ്വർഗം സ്ഥാപിക്കാൻ ആളുകളെ കൊല്ലണം തോന്നിയ അതാണ് ഹൈർ. ആത്മഹത്യ ചെയ്യണം തോന്നിയ അത് ഹൈറാണ്. അതുപോലെ പിന്നെ ബാക്കിയുള്ള വൃത്തികേടുകൾ ഞാൻ പറഞ്ഞ് മജ്ലിസ് മോശമാക്കുന്നില്ല. ഏത് ഷർറാണ് അവർക്ക് ആയിക്കൂടാത്തത്. അപ്പൊ നോക്കൂ, യഥാർത്ഥ യുക്തി എന്നാൽ, ബുദ്ധി എന്നാൽ ഇതാണ്. ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറഞ്ഞത് കാണാം. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അപ്പോൾ എന്താണ് കഴിഞ്ഞ തലമുറകളുടെ ഒക്കെ സ്ഥിതി? ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽ ഒരാൾ കിതാബ് തൗഹീദിന് എഴുതിയ വിശദീകരണത്തിൽ നമുക്ക് കാണാം, മൽഊനത്തായ ഈ ന്യായം ഫിറഔൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ലാനത്ത് കിട്ടിയ ന്യായമാണത്. എല്ലാ ശിർക്കിന്റെയും കുഫറിന്റെയും വക്താക്കളുടെയും ന്യായം. നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. അപ്പൊ പണ്ട് കഴിഞ്ഞു പോയവരൊക്കെ എന്താണ്? കാക്കകാരന്മാർ, പൂർവ്വസൂരികൾ, ഇവരുടെയൊക്കെ കഥ എന്താണ്? അല്ല സുഹൃത്തുക്കളെ, ആദം അലൈഹിസ്സലാമിനേക്കാളും വലിയ ഏത് മുൻഗാമിയാണ് നിങ്ങൾക്കുള്ളത്? അള്ളാഹുവിന്റെ ദീനിൽ ആയിരുന്നു ആദം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനേക്കാളും വലിയ മുൻഗാമിയാണ് ആരാണുള്ളത്? യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല ഖുർആനിൽ? വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ് മാ കാന ലനാ ഇബ്രാഹിമ വഇസ്ഹാഖ വയഅഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, വത്തബഅതു മില്ലത ആബാഇ, ഞാൻ എൻ്റെ പൂർവ്വപിതാക്കളുടെ വഴി പിൻപറ്റിയിരിക്കുന്നു. ഇബ്രാഹിമിന്റെ, ഇസ്ഹാഖിന്റെ, യാക്കൂബിന്റെയും മാർഗം. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, ഞങ്ങൾക്ക് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് പാടില്ല, ശിർക്ക് പാടില്ല. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, അല്ലാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. വഅലന്നാസ്, ജനങ്ങൾക്കും നൽകിയ അനുഗ്രഹം, ഔദാര്യം. വലാകിൻ അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ ജനങ്ങളിൽ അധികം പേരും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നില്ല. തൗഹീദ് അല്ലാഹുവിന്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. നീ പടച്ച റബ്ബല്ലാതെ ഒരാളുടെയും മുന്നിൽ നീ തലകുനിക്കേണ്ടതില്ല, നീ അവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടതില്ല. അല്ലാഹുവിന്റെ ഫദ്ലാണ് തൗഹീദ്. അത് ഉയർച്ചയാണ്. ശിർക്ക് അത് അധമത്വവും നിന്നതയുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു എന്ത് പറഞ്ഞത്? മനുഷ്യരിക്ക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ, ആരാണോ അല്ലാഹുവിൽ പങ്കുചേർത്ത് അവൻ ആകാശത്ത് നിന്ന് കീഴെ വീണവനെ പോലെയാണ്. ഫതഖ്തഫുഹു അത്തയ്റു, ഒന്നുകിൽ അവനെ പക്ഷികൾ വല്ലതും റാഞ്ചി എടുത്തു കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി റീഹു ഫി മകാനിൻ സഹീഖ്, അല്ലെങ്കിൽ കാറ്റവനെ വിദൂരമായ ഏതെങ്കിലും ദേശത്ത് കൊണ്ടുപോയി തള്ളിക്കളയും. മുൻഗാമികൾ പറഞ്ഞു ശിർക്കിത ആകാശം താഴേക്ക് വലിച്ചതുപോലെ. അപ്പൊ തൗഹീദ് എവിടെയാണ്? അത് മുകളിലാണ്. അത് ഔന്നത്യമാണ്, അത് അന്തസ്സാണ്, ഏറ്റവും വലിയ അഭിമാനമാണ്. അതുകൊണ്ടാണ് നോക്കൂ, ശിർക്കിൽ അകപ്പെട്ടവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പടപ്പുകൾക്ക് മുന്നിൽ അവർ സുജൂദ് ചെയ്യുക, ഖബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യും, അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ കൈകൾ ഉയർത്തുന്നു, അവർക്ക് മുന്നിൽ കണ്ണീരൊഴുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാൻ, അത് കണ്ടാൽ നിനക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ സാധിക്കണം. നിന്നെ അള്ളാഹു അതിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ. അതുപോലെ ഭയപ്പെടുകയും ചെയ്യണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വജഅൽ ലിവജ്ഹിക മുഖ്ലതൈനി കിലാഹുമാ മിൻ ഖശിയത്തി الرحمن ബാകിയതാൻ ലൗ ശാഅ റബ്ബുക കുൻത അയ്ളൻ മിസ്ലഹും ഇന്നൽ ഖുലൂബ ബൈന അസാബിഇ الرحمن. റബ്ബിനെ ഓർത്ത് കരയുന്ന രണ്ട് കണ്ണുകൾ നിന്റെ മുഖത്തുണ്ടായിരിക്കട്ടെ. കാരണം ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നീയും അവരെ പോലെ ആയേനെ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, തൗഹീദ് എത്ര വലിയ നിഅമത്താണെന്ന് ആലോചിച്ച് നോക്കുക. യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്, എന്റെ പൂർവ്വപിതാക്കളുടെ മാർഗമാണിത്. സഹോദരങ്ങൾ, ശിർക്ക് എങ്ങനെയാണ് പാരമ്പര്യമുള്ളതാവുക? അള്ളാഹുവിന്റെ നബിമാരുടെ പാരമ്പര്യം തൗഹീദിനാണുള്ളത്. അതിനിടയിൽ ഏതെങ്കിലും വഴിപിഴച്ചുപോയ പൂർവ്വപിതാക്കൾ ഉണ്ട് എങ്കിൽ നീ അവരുടെ കാര്യം നോക്കേണ്ടതില്ല. ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ഖുർആൻ അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു, അവർ പ്രവർത്തിച്ചത് അവർക്ക്, നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾക്ക്. അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങളോട് അല്ലാഹു ചോദിക്കില്ല. അതുകൊണ്ട് അവരൊക്കെ എന്താവും, ഇവരൊക്കെ എന്താവും, നീ എന്താവും എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഖബറിൽ അള്ളാഹുവിന്റെ മലായിക്കത്ത് ചോദ്യം ചെയ്യുക, നിന്റെ റബ്ബാണ്, നിന്റെ ദീനേതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച് നീ ഇതാരാണ്, നീ ഇതിലൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സ്വന്തം ഉപ്പ, ഉപ്പയുടെ ഉപ്പ, അതിന്റെ ഉപ്പൊക്കെ അവിടെ വെക്കട്ടെ, നിന്റെ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്തു എന്നല്ല ഖബറിനോട് ചോദിക്കാൻ.
റബ്ബുക്ക്, മദീൻ, നിന്റെ റബ്ബ, നിന്റെ ദീന്. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുക നമ്മുടെ കാര്യമാണ്. മറ്റുള്ളവരുടെ ബലാലത്ത് നമ്മെ ബലാലത്തിലേക്ക് നയിക്കരുത്. അത് അള്ളാഹുവിനോട് ന്യായം പറയാൻ സാധിക്കില്ല. ഇന്ന ആളുകൾക്ക് എന്നെ വഴിപഴപ്പിച്ചു, നരകക്കാരുടെ ന്യായമാണെന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. وقالوا ربنا إن أطعنا سادتنا وكبراءنا فأضلونا السبيل. അള്ളാഹുവെ, ഞങ്ങളുടെ നേതാക്കന്മാരെയും തലവന്മാരെയും ഒക്കെ അനുസരിച്ചു പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു കളഞ്ഞു. നോക്കൂ, തഖ്ലീദ്, മജ്മൂമായ മോശമായ തഖ്ലീദ്, അത് എന്തൊക്കെ തരത്തിലുള്ള ഖുർആൻ അള്ളാഹു പറഞ്ഞു. അബായിനെ തഖ്ലീദ് ചെയ്യുക ബലാലത്തിൽ. അബ എന്താണ്? പൂർവ്വപിതാക്കൾ. പിന്നെ നേതാക്കന്മാരെ, പുരോഹിതന്മാരെ, ഇവരെയൊക്കെ ബലാലത്തിൽ തഖ്ലീദ് ചെയ്യുക, അവരെ അനുകരിക്കേണ്ടത്. ഇമാം അൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്ക് നമുക്ക് സാദുൽ മആദ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിച്ചാൽ ദുനിയാവിൽ ഒരാളെ ധിക്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ചോദ്യം ചെയ്യില്ല. ആരനുസരിച്ചാൽ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിച്ചു. ഖുർആനിൽ അള്ളാഹു പരലോകത്ത് മനുഷ്യരോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, മാദാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആരെയാണ് ആരാധിച്ചിരുന്നത്. 2, മാദാ അജബ്തുമുൽ മുർസലീൻ, അള്ളാഹുവിന്റെ റസൂലുകളോട് നിങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത്, അവരോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, അവർ നിങ്ങൾ അനുസരിച്ചോ ഇല്ലേ. നോക്കൂ, ആരാധിച്ചു? റസൂലുകൾ അനുസരിച്ചോ ഇല്ലേ? റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച പിന്നെ ദുനിയാവിൽ ആരനുസരിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ചോദ്യം ചെയ്യില്ല എന്നാണ്. മാതാപിതാക്കൾ അനുസരിക്കണ്ടേ, നല്ല ആളുകൾ അനുസരിക്കണ്ടേ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അനുസരണം തന്നെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്, അത് നബി അനുസരിക്കണം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുസരിച്ചോ, നബിയുടെ സുന്നത്ത് നീ പിൻപറ്റിയോ ഇല്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നീ പിൻപറ്റിയോ, അതാണ് സഹോദരങ്ങൾ നമ്മൾ നോക്കേണ്ടത്. അതല്ലാതെ അവരൊക്കെ എന്താവും, മറ്റവരെന്താവും. പണ്ഡിതന്മാർ പറഞ്ഞൊരു മനോഹരമായ വാക്ക്, എത്ര നല്ല വാക്കാണത്. എന്ത്? വഴികേടിലായവരെ കുറിച്ച്, അവരൊക്കെ എങ്ങനെ വഴിതെറ്റിപ്പോയി എന്ന് നീ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് നടക്കണ്ട. രക്ഷപ്പെട്ടവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കുക, അതാണ് അത്ഭുതം. മനസ്സിലായില്ലേ? ഹിദായത്തിൽ ആളുകൾ എങ്ങനെ എത്തി, സന്മാർഗത്തിൽ ആളുകൾ എങ്ങനെ നിൽക്കുന്നു, അതിലാണ് അത്ഭുതം. വഴികെട്ടവനൊക്കെ എങ്ങനെ വഴികെട്ടു എന്നതിൽ നീ അത്ഭുതപ്പെടേണ്ട, ആശ്ചര്യപ്പെടേണ്ട, അതിലൊരു അത്ഭുതവുമില്ല. കാരണം അതാണ് ദുനിയാവിൽ ഭൂരിപക്ഷവും. ദുനിയാവിൽ ബഹുഭൂരിപക്ഷം കാണുക അതാണ്. ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ല എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ നീ പിൻപറ്റിയാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളയും എന്നാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത്. മോശമായതും നല്ലതും ഒരുപോലെ ആവുകയില്ല, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. ഇതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതാ ഒരു വാക്ക് പണ്ഡിതന്മാർ പറഞ്ഞ മനോഹരമായ വാക്കാണത്. എന്താണത്? നീ ഒരിക്കലും ആളുകളെ വെച്ച് ഖുർആനും സുന്നത്തും അളക്കരുത്, മറിച്ച് നീ ഖുർആനും സുന്നത്തും വെച്ചാണ് ആരെയും നീ അളക്കേണ്ടത്. മീസാൻ എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. അത് വെച്ചിട്ടാണ് നീ ആളുകളെ അളക്കേണ്ടത്. അല്ല, ആളുകളെ വെച്ചിട്ട് നീ എന്ത് ചെയ്യരുത്, ഖുർആനും സുന്നത്തും അളക്കാൻ നിൽക്കുക. അയാൾ ചെയ്യുന്നില്ലല്ലോ, അയാൾ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, മറ്റയാൾ ചെയ്തല്ലോ, ഇയാൾ ചെയ്തു. അല്ല, മറിച്ച് ഖുർആനും സുന്നത്തുമാണ് ആളുകളെ അളക്കാനുള്ള മാനദണ്ഡം. ആ ഖുർആനും സുന്നത്തും നീ മനസ്സിലാക്കുക. ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല തലമുറ സലഫ് സാലിഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, താബിഈങ്ങൾ, തബഉ അവർ മനസ്സിലാക്കിയതുപോലെ നീ മനസ്സിലാക്കി. അതല്ലാതെ ആളുകൾ അല്ല നിന്റെ തെളിവ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവരുടെ പോലും വാക്ക് എന്തല്ല, നിരുപാധികം തെളിവല്ല, മറിച്ച് നിബന്ധനകളോടെയാണ് തെളിവ്. സഹാബത്താണ് അവർ, നിബന്ധനകളുണ്ട് അവരുടെ വാക്ക് തെളിവാകാൻ. ഒരു സഹാബി പറഞ്ഞാൽ അത് ദീനിൽ തെളിവാണ്, പക്ഷേ എന്ത് നിബന്ധന? വേറൊരു സഹാബിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. വേറെ സഹാബിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പഴയ അസലിലേക്ക് മടങ്ങും. ഖുർആനിലെ സുന്നത്തിനോട് കൂടുതൽ യോജിച്ച ഏതാണ്, ആരുടെ ഭാഗത്താണ് തെളിവ്, അത്. അവരുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേവല മസ്അലകളിൽ മാത്രമാണ്, അതല്ലാതെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിലോ മറ്റോ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നോക്കൂ, ഇതാണ് ശരിയായ വഴി. ഇതിന് വിപരീതമാണ് ഫിറഔനും അതുപോലെ ഈ ബലാലത്തിന്റെ കക്ഷികളൊക്കെ ചോദിക്കുന്ന ഈ ചോദ്യം എന്താണ്? ഫമ ബാലുൽ ഖുറൂനിൽ ഊല,
എന്താണ് പഴയ തലമുറകളുടെ ഒക്കെ സ്ഥിതി. മൂസ അലൈഹിസ്സലാം അതിൽ മറുപടി പറഞ്ഞു, ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ പക്കലുണ്ട്, അവന്റെ പക്കൽ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യദില്ലു റബ്ബി, എന്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല, വലാ യൻസ, എന്റെ റബ്ബ് മറക്കുകയുമില്ല. സൂറത്ത് താഹയിൽ ഈ മറുപടി മൂസ അലൈഹിസ്സലാമിന്റെ മറുപടി നമുക്ക് കാണാം. ഖാല ഇൽമുഹ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അല്ലാഹുവിനറിയാം അവന്റെ അടിമകളെ എന്ത് ചെയ്യണമെന്ന്. ആര് സ്വർഗത്തിൽ ആര് നരകം അല്ലാഹുവിനറിയാം. അവനാണ് അവന്റെ പടപ്പുകളെ പഠിച്ചത്. അവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്, ഏറ്റവും ഹിക്മത്ത് ഉള്ളത്, ഏറ്റവും റഹ്മത്ത് ഉള്ളത് അല്ലാഹുവാണ്. അവൻ തീരുമാനിച്ചുകൊള്ളും, അവനറിയാം. ഇങ്ങനെ മൂസ അലൈഹിസ്സലാം ഫറഔനോട് സംസാരിച്ചു. ആ സമയത്ത് അവനതാ എന്താണ് നിന്റെ തെളിവ് എന്ന് പറയുകയാണ്. അതുപോലെ സൂറത്ത് ശുഅറായിൽ നമുക്ക് കാണാം, ഭീഷണിപ്പെടുത്തി. എന്ത്? ഖാല ലഇൻ ഇത്തഖദ്ത ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ. ഞാനല്ലാത്ത ഒരു ഇലാഹിനെ സ്വീകരിച്ചാൽ നിന്നെ ജയിലിലിടും എന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അവലു ജിഅ്തുക ബിശൈഇൻ മുബീൻ, വ്യക്തമായ ഒരു തെളിവ് ഞാൻ കൊണ്ടുവന്നാലോ? അവൻ പറഞ്ഞു, കൊണ്ടുവരും. മൂസ അലൈഹിസ്സലാം വടി താഴേക്കിടുകയാണ്. വടി താഴേക്കിട്ടപ്പോൾ അത് അള്ളാഹു നിശ്ചയിച്ചതുപോലെ ആ വലിയ, കണ്ടാൽ ഭയന്നു പോകുന്ന വൻ വലിപ്പമുള്ള പാമ്പായി മാറി. ഫിറഔനും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ പേടിച്ചത് കണ്ടപ്പോൾ ശരിക്കും അവരെ ഭയം പിടികൂടി. മൂസ അലൈഹിസ്സലാം കൈ കക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും പുറത്തെടുക്കുകയും ചെയ്തു. അത് വെട്ടിത്തിളങ്ങി. ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ, ആശ്ചര്യപ്പെടുത്തി കളഞ്ഞ ദലീലാണ്. പക്ഷേ അഹങ്കാരിയാണ്. അവൻ ഒരിക്കലും സത്യം അംഗീകരിക്കുകയില്ല. അവൻ പറഞ്ഞു, ഇത് ശരിയായ പഠിച്ചു വന്നൊരു സാഹിറാണ്, പഠിച്ചിട്ട് വന്ന സാഹിറാണ് എന്ന് ഫിറഔൻ പറഞ്ഞു. അങ്ങനെ ഫിറഔൻ കൂടെയുള്ള സദസ്സിലെ പ്രമാണിമാരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അർജിഹ് വഅഖാഹു വബഅസ് ഫിൽ മദായിനി ഹാശിരീൻ യഅതൂക ബികുല്ലി സഹാരിൻ അലീം. നിങ്ങൾ എന്ത് ചെയ്യുക? മൂസാക്കും സഹോദരനും അവിടെ നിൽക്കട്ടെ, അങ്ങനെ വിടല്ലേ. ഈ നാടുകളിലെ മുഴുവൻ സാഹിറുകളെയും വിളിച്ചു കൂട്ടുക, എന്നിട്ട് ഇവരുടെ സെഹറിനെ പരാജയപ്പെടുത്തുക. അങ്ങനെ മൂസ അലൈഹിസ്സലാമിനെ ഫിറഔൻ വെല്ലുവിളിക്കുകയാണ്. ഇതിനേക്കാളും വലിയ സെഹർ ഞാൻ കൊണ്ടുവരും, എന്നിട്ട് ഇതിനെ ഞാൻ പരാജയപ്പെടുത്തും. തയ്യാറാണോ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, തയ്യാറാണ്. എപ്പോഴായിരിക്കണം മത്സരം? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, മൗഇദുക്കും യൗമുസ് സീനതി വഅൻ യുഹ്ശറ അന്നാസു ദുഹാ. നമുക്ക് എന്ത് ചെയ്യാം? യൗമുസ് സീനത്തിൽ ആ ദിവസം നിശ്ചയിക്കാം. യൗമുസ് സീന എന്നാൽ അവരുടെ ഒരു ആഘോഷ ദിവസം ഉണ്ടായിരുന്നു അന്ന്. മാത്രമല്ല സമയം വയുഹ്ശറ അന്നാസു ദുഹാ, ദുഹാ സമയത്ത് ആളുകളെല്ലാം ഒരുമിച്ച് ചേരണം. ആ സമയത്ത് നമുക്ക് ഈ മത്സരം വെക്കാമെന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ദുഹാ സമയം എന്നാൽ നമുക്കറിയാം, സൂര്യൻ ഉദിച്ചു ഉയർന്നതിന് ശേഷം നട്ടുച്ച വരെയുള്ള സമയമാണ് ദുഹാ. ഏറ്റവും നല്ല വെളിച്ചമുള്ള നേരമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മൂസ അലൈഹിസ്സലാം ആ നേരം പറയാനുള്ള കാരണം സാഹിറന്മാരുടെ പ്രവർത്തികൾക്ക് ഏറ്റവും ശക്തി കുറയുന്ന നേരം അതാണ്. കാരണം അവരുടെ ഈ കുതന്ത്രങ്ങളും വേണ്ടാത്ത കുൽസിത പ്രവർത്തനങ്ങളും ഒക്കെ നന്നായി ഫലിക്കപ്പോഴാണ് രാത്രിയിലാണ്. രാത്രി പൊതുവെ ഷർറ് കൂടിയ സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് കാവൽ തേടുന്നത്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു രാത്രി ഇരുൾ മൂടുമ്പോൾ അതിന്റെ കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. കാരണം രാത്രിയാണ് എന്ത് നടക്കുക? കുറ്റകൃത്യങ്ങൾ നടക്കുക. അതുകൊണ്ടാണ് പകൽ കുറ്റകൃത്യം നടന്നാൽ പ്രത്യേകം വാർത്തയിൽ വരും, പട്ടാപ്പകൽ കവർച്ച, പട്ടാപ്പകൽ കൊള്ള, പട്ടാപ്പകൽ കൊലപാതകം, പട്ടാപ്പകൽ മോഷണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പകൽ പൊതുവെ അതിന്റെ സമയമല്ല എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പൊതുവെ രാത്രി അത് നടന്നു എന്നുള്ളത് പ്രത്യേകം പറയാറില്ല. അതുകൊണ്ട് നോക്കൂ, ഈ രൂപത്തിൽ തിന്മയുടെ അതിക്രമത്തിന്റെ ആളുകൾ, അതുപോലെ വൃത്തികേടുകൾ, മോശമായ പ്രവർത്തനങ്ങൾ
ലൈംഗികമായ വൃത്തി, ഇതിന്റെ ഒക്കെ ആളുകൾ പൊതുവെ അതിന് മുതിരുന്ന സമയം ഏതാണ്? അത് രാത്രിയാണ്. അതുപോലെ ഹിംസ്ര ജന്തുക്കൾ, വിഷജന്തുക്കൾ, ഇത് പൊതുവെ വരിക ഏത് സമയത്ത്? രാത്രി സമയത്ത്. ഇങ്ങനെ ഷർറ് കൂടുന്ന സമയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുനോട് ആ സമയത്തിൽ അതിന്റെ കെടുതിയിൽ നിന്ന് പ്രത്യേകം അള്ളാഹുനോട് കാവൽ തേടുന്നു. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പറയുന്നു. അപ്പൊ നോക്കൂ, എന്നാൽ പകൽ സമയത്ത് ഇവർക്ക് ഇവരുടെ ഈ രൂപത്തിലുള്ള സിഹറിന്റെ പ്രവർത്തനങ്ങൾ രാത്രി പോലെ ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മൂസ അലൈഹിസ്സലാമിന്റെ ആ അള്ളാഹു കാണിച്ചു കൊടുത്ത, അള്ളാഹു നൽകിയ ആയത്തുകൾ ജനങ്ങളെല്ലാം നന്നായി കാണാനും അത് സഹായിക്കും പകലായ. അത് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഉഇദുകും യൗമ സീനത്തി വഅൻ യുഹ്ശറ അന്നാസു ദുഹാ. ഫിറഔൻ അതാ അവന്റെ നാടിന്റെ നാനാഭാഗങ്ങളിലേക്കും സിഹർ പഠിച്ച അതിൽ അഗ്രഗണ്യന്മാരായ ആളുകളെ കൊണ്ടുവരാൻ പറയുകയാണ്. അത് പഠിച്ചെടുത്ത ആളുകളാണ്. അത് പിന്നെ തഫ്സീറുകൾ കാണുന്നത് ഫിറഔന്റെ നാട്ടിൽ അത് എന്താ പറയാ, ഒരു പ്രത്യേക കോഴ്സായ ആളുകൾ പഠിക്കുന്നത് പോലെ അങ്ങനെ അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചിരുന്നു, പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സിഹർ പഠിക്കുന്നതിന്റെ വിധി എന്താണ്? കുഫറാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്ത്? സിഹർ പഠിക്കുക എന്ന്. അത് പഠിപ്പിക്കപ്പെടുന്ന അറിവുകളുടെ കൂട്ടത്തിലുള്ളതാണ്. പക്ഷെ അത് ദാറായ ഉപദ്രവകരമായ അറിവിന്റെ കൂട്ടത്തിലാണ് അത് പെടുക. അറിവ് ഉപദ്രവകരമായതും ഉപകാരപ്പെടുന്നതുമുണ്ട്. ഉപദ്രവകരമായ അറിവിന്റെ ഉദാഹരണമാണെന്ത്? സിഹർ എന്നത്. പഠിക്കുക പാടില്ല. അത് സ്വയം ഉപദ്രവമാണ് ഉണ്ടാക്കുക. അതിനോട് ഒരുവന് താല്പര്യം വല്ലതും തോന്നിയാൽ അത് അങ്ങേയറ്റം ഉപദ്രവകരമാണ്. നോക്കൂ, അതിന്റെ ഇനമാണെന്ത്? മാജിക് പഠിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല എന്ത്? സാധാരണ ഈ കൈയടക്കം പെട്ടെന്ന് ആളുകളെ പറ്റിക്കുന്ന രൂപത്തിൽ സാധാരണ മജീഷ്യന്മാർ ചെയ്യുന്ന പിശാചിനോട് സഹായം തേടുകയോ മറ്റോ ചെയ്തിട്ടില്ലാത്ത മാജിക് ഉണ്ട്. അതൊരാൾ പഠിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നല്ല ഈ പറയുന്നത്. പക്ഷെ അതും പാടില്ലാത്തതാണ്, അത് ഹറാമാണ്. മനസ്സിലായില്ല? അത് ഇതിന്റെ ഇനമാണ്. അത്രയും ഗൗരവമുള്ള ഇനമല്ല എങ്കിലും. എന്ന് മാത്രമല്ല, അതും ഈ യഥാർത്ഥ സിഹറുമായി വളരെ അടുപ്പത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലല്ലേ? ഇതിന്മേ തുടങ്ങി ചിലപ്പോൾ ആള് എന്തിലേക്ക് പോകും? അപ്പുറത്തേക്ക് പോകും. യഥാർത്ഥ സിഹറിലൂടെ തന്നെ എന്ത് കാണിക്കാൻ ശ്രമിക്കും? ഈ പറഞ്ഞ തെരുവ് മാജിക്കുകളും മറ്റും കാണിക്കാൻ ശ്രമിക്കും. ഇത് രണ്ടും നമുക്ക് വേർതിരിക്കുക ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പഠിക്കുക പാടില്ല, അത്തരം കാര്യങ്ങൾ കാണുകയും പാടില്ല. അത്തരം ഷോകൾക്ക് പോവുക പാടില്ലാത്തതാണ്, ശരിയല്ല. മനസ്സിലായില്ല? അത് കാണുകയും അതുപോലെ അത് കുട്ടികളെ കാണിക്കുകയും ശരി, അതിന് നോക്കാതിരിക്കുക. കാരണം പലപ്പോഴും അത് ചെയ്യുക കണ്ടു നിൽക്കുന്ന ആളുകളെ മസൂറുകളാക്കിയിട്ടാണ്. അവരെ ഈ സിഹറിന്റെ വലയത്തിൽപ്പെടുത്തിയിട്ടാണ് ചെയ്യുക. ഇതിനാണ് വെറുതെ അതിനൊന്നും കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് നിൽക്കരുത്. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കുക. ഒരാൾ അതിന് പഠിച്ചു ഉടനെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നല്ല പറയുന്നത്, അതിന്റെ ഈ രൂപത്തിലുള്ള ഇനങ്ങൾ. പക്ഷേ അതും പാടില്ലാത്തതാണ്. അതിന്റെ പരിധി വിട്ട ഇനമാണ് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഇനമുണ്ട്. പിശാചുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള സിഹറൻ പ്രവർത്തനങ്ങൾ, കൂടോത്രങ്ങൾ. ആ സിഹർ ഒരുവൻ പഠിക്കണം, ഒരുവൻ കടുത്ത കാഫറായാലേ പറ്റുള്ളൂ എന്നാണ്. യഥാർത്ഥ സിഹർ ഒരുവൻ പഠിക്കണമെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഖുർആൻ പോലെയുള്ള കാര്യങ്ങൾക്ക് മേൽ വിസർജ്യങ്ങളും മറ്റും ഇടുക, നഊദു ബില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലേ ഒരാൾ എന്താവുള്ളൂ? സാഹിറായി മാറുള്ളൂ. മനസ്സിലല്ലേ? ശരിയായ ശൈത്താൻ അങ്ങേയറ്റം തൃപ്തിപ്പെടുത്തിയാലേ ഒരുവൻ സാഹിറാകൂ. സുബ്ഹാനല്ലാഹ്, ഇത് ദീനിൽ ഉള്ള വിജ്ഞാനമാണെന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളിലുണ്ട്. ഇസ്മിന്റെ പണി പഠിച്ച ഉസ്താദാണ് എന്ന് പറയും. എന്തായി പഠിച്ചത്? സിഹറാണ് ഈ പഠിച്ചത്. സിഹർ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ സാഹിറിനുള്ള ശിക്ഷ വധശിക്ഷയാണ്. അപ്പൊ നോക്കൂ, ഈ സിഹർ അവിടെ ഫിറഔനിന്റെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്ന്. അത് പഠിച്ച അഗ്രഗണ്യന്മാരായ ആളുകളെ കൊണ്ടുവന്നു. അവരുടെ എണ്ണം ഒരുപാടുണ്ടായിരുന്നു. ചില മുൻഗാമികൾ പറഞ്ഞു 70 പേരുണ്ടായിരുന്നു, വേറെ ചിലർ ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അലം. ആ വന്ന ആളുകളുടെ എണ്ണം എന്നാൽ എന്തായാലും എന്തല്ല, ചില്ലറയല്ല, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഫിറഔനിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് കാര്യമായ പ്രതിഫലം ഉണ്ടാവുമല്ലോ അല്ലെ? ഫിറഔൻ പറഞ്ഞു, ഇന്നക്കും ലമിനൽ മുഖറബീൻ, അതെ, നല്ല അടുത്ത സ്ഥാനമുള്ള ആളുകളായിരിക്കും നിങ്ങൾ. നിങ്ങൾ ഫിറഔന്റെ അടുത്ത് അവന്റെ മുഖറബുകളായ
ലിസ്റ്റിൽ, ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണല്ലോ. അങ്ങനെ അവൻ വാഗ്ദാനം ചെയ്തു. അതാ അവർ നിശ്ചയിച്ച ദിവസം വന്നു. മൂസാ നബി അലൈഹിസ്സലാം സാഹിറുകൾ മുന്നിൽ വന്നപ്പോൾ ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് അവരെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, എന്തൊരു നസീഹത്താണ് അള്ളാഹുവിന്റെ നബിമാർക്ക്. വന്ന ഉടനെ എന്നാ വരും എന്ന് പറഞ്ഞ് മത്സരം തുടങ്ങിയല്ല. മൂസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബൻ ഫയുസ്ഹിതകും ബിഅദാബ്. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവ് കെട്ടി ചമക്കരുത്, അള്ളാഹു നിങ്ങളെ അവന്റെ ശിക്ഷ കൊണ്ട് പിടികൂടും, അവൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് അവർക്ക് നസീഹത്ത് നൽകി. അവരെ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ആ സമയത്ത് അവർക്ക് ആദ്യം ഒരു അങ്കലാപ്പ് അവർക്കിടയിലുണ്ടായി, ചെയ്യണോ വേണ്ടേ. പിന്നീട് അവർ വീണ്ടും പഴയ തീരുമാനത്തിലേക്ക് തന്നെ മടങ്ങി. അല്ല, ഇവർ രണ്ടുപേരും നിങ്ങളെ, ഈ മിസ്റിലെ ആളുകളെ പുറത്താക്കലാണ് ഇവരുടെ ഉദ്ദേശം, ഇവരുടെ സിഹർ കൊണ്ട് ഇവർ ഈ മിസ്റിലെ ആളുകളുടെ കരുത്തുകളുടെ മറ്റുള്ള ആളുകളുടെ ദീൻ നശിപ്പിക്കാൻ വന്നവരാണ്. ഈ ഏറ്റവും നല്ല തരീഖത്തുകുമുൽ മുസ്ല എന്നാണ് ഫിറഔൻ പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല മാർഗം അത് നശിപ്പിക്കാൻ വന്നവരാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം, ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വടിയും കയറുമൊക്കെ താഴെ ഇടണോ? മൂസ, അല്ല നീയാണോ ഇടുന്നത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ബൽ അൽഖു, അല്ല നിങ്ങൾ ഇട്ടുകൊള്ളു. അങ്ങനെ അവരെല്ലാം അവരുടെ വടികളും കയറുകളും താഴെ ഇടുകയാണ്. അതെല്ലാം അവരുടെ സിഹർ കാരണത്താൽ ചലിക്കുന്നതായി. യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹ തസ്ആ. അവരുടെ സിഹർ കാരണത്താൽ അതെല്ലാം ഓടുന്നതായി ആളുകൾക്ക് തോന്നി. ആളുകൾക്കൊക്കെ തോന്നാണ് എന്ത്, ഇത് ചലിക്കുന്ന പാമ്പുകളായി ഇത് മാറിയത്. അവർ ചെയ്തത് കൺകെട്ടാണ്, സിഹറിന്റെ ഒരു ഇനമാണത്. മൂസ അലൈഹിസ്സലാമിന് ആ സമയത്ത് മനസ്സിൽ ഭയം തോന്നി. അത്രയും പോലെ സിഹറാണ് അവർ കൊണ്ടു. ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം, വജാഉ ബിസിഹ്റിൻ അളീം, വലിയ സിഹറാണ് അവർ കൊണ്ടുവന്നത്, ചില്ലറയൊന്നുമല്ല, നിസ്സാരമൊന്നുമല്ല. മൂസ അലൈഹിസ്സലാം ഭയപ്പെട്ടു പോയി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫത മൂസ. മൂസ അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഭയം തോന്നി. അള്ളാഹു പറഞ്ഞു, ലാ തഖഫ് ഇന്നക അൻതൽ അഅല, താങ്കൾ തന്നെയാണ് മുകളിലെത്തുക, അവരെ പരാജയപ്പെടുത്തുക. അള്ളാഹു റബ്ബുൽ ആലമീൻ വഹി നൽകി, വടി താഴെയിടുക. മൂസ അലൈഹിസ്സലാം വടി താഴെയിട്ടു. അതതാ അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിപ്പത്തിലുള്ള, ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാലുകൾ ഉണ്ടായിരുന്നതാണ് മൂസ അലൈഹിസ്സലാമിന്റെ പാമ്പിൽ. വലിയ കടുത്തുള്ള അതിവേഗം ചലിക്കുന്ന ഒരു മഹാ സർപ്പമായി അത് മാറി. എന്നിട്ട് ഇവർ ഈ ഉണ്ടാക്കി വിട്ടതിനെ മുഴുവൻ ഞൊടിയുടെ നേരം കൊണ്ട്, കണ്ണു തുറക്കുന്ന സമയം കൊണ്ട് അതിനെ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു, ഒന്നാകെ വിഴുങ്ങിക്കളഞ്ഞു. എന്താണ് ഉണ്ടായത്? ഈ സെഹറിന്റെ ആളുകൾക്ക് മനസ്സിലായി, ഇതൊരിക്കലും സെഹറല്ല, സെഹർ കൊണ്ട് ഇത് സാധിക്കുകയില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുക എന്നത് ഒരിക്കലും സെഹർ കൊണ്ട് സാധ്യമല്ല. ഒരു പാറക്കല്ലിനെ സ്വർണ്ണമാക്കി മാറ്റാൻ സാധ്യമല്ല സെഹർ കൊണ്ട്. ഒരു മനുഷ്യനെ വേറെന്തെങ്കിലും ജന്തുവാക്കി മാറ്റാൻ സാധ്യമല്ല സെഹർ. അതുകൊണ്ട് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഉപദ്രവങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ അനുമതിയോടെ മാത്രം. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്നും നടക്കില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ഈ ജാതി സെഹറിനെയും കണ്ണേറിനെയും ഒക്കെ പേടിച്ച് അതന്നെ ചിന്തിച്ച് നടക്കേണ്ട ആളുകളല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴികൾ സ്വീകരിക്കുക. അത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ച അതിന്റെ ഒക്കെ ഫലം ഉണ്ടാകും എന്ന് വിശ്വസിച്ചു. പക്ഷെ നമ്മൾ എന്തല്ല, അത് പേടിച്ച ആളുകൾ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ ആളുകളെ നിർഭയത്വം നശിപ്പിക്കാൻ അല്ല. മുഅ്മിനീങ്ങൾ നിർഭയത്വമുള്ളവരാണ്. അങ്ങനെ ദുനിയാവിൽ എന്തെല്ലാം ഉപദ്രവങ്ങളും രോഗങ്ങളും മറ്റും ഇതൊക്കെ നമ്മൾ പേടിച്ച് നടക്കാണോ? അല്ല, അള്ളാഹുൽ തവക്കുലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. എന്നാൽ അത് ബാധിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുൻകരുതലുകൾ നമ്മൾ എടുക്കും. അതിൽ എപ്പോഴും ഇത് സംശയിച്ച് നടക്കുക, വസ്വാസായി നടക്കുക. എന്നെ അയാൾ സിഗർ ചെയ്തിട്ടുണ്ടാവും, മറ്റാൾ സിഗർ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് അയാളെ കണ്ണേറ് കെട്ടിയോ മറ്റാളെ കണ്ണേറ് കെട്ടിയോ. ഇതിങ്ങനെ ബേജാറായി വസ്വാസായി നടന്നാൽ നമ്മുടെ ജീവിതമാകെ ഇടങ്ങാറായി പോകും. അങ്ങനെയല്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ ഒരു ഇലനങ്ങുമോ? നീ ആലോചിച്ച് നോക്കൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ലോകർ മുഴുവൻ നിനക്കെതിരിൽ വന്നാലും അത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, അള്ളാഹു ഉദ്ദേശിച്ച ഉപദ്രവമല്ല അതിന് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിങ്ങനെ പേടിച്ചെടുക്കാല്ല, അള്ളാഹു തവക്കുലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദുആ ദിക്റുകൾ അത് ജീവിതത്തിൽ പാലിക്കുക. അല്ല, ഇതിങ്ങനെ ചിന്തിച്ച് നടക്കേണ്ട ആവശ്യം ഇല്ല, മനസ്സിലായില്ലേ? കാരണം നമ്മൾ അള്ളാഹു തവക്കുലാക്കിയവരാണ്, അവനോട് ദുആ ചെയ്യുന്നവരാണ്. നമ്മുടെ നിസ്കാരങ്ങൾ, അതുപോലെ രാവിലെയും വൈകുന്നേരമുള്ള ദുആ ദിക്റുകൾ, അള്ളാഹുവിനോട് നമ്മൾ അതിലൂടെ കാവൽ തേടുകയാണ്. അതുപോലെ ഏറ്റവും വലിയ കാവൽ നമുക്ക് ലഭിക്കുക തൗഹീദിലൂടെയും തഖ്വയിലൂടെയുമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അവനെ സൂക്ഷിച്ച് ജീവിക്കുക,
അള്ളാഹുവിനെ നീ പേടിക്കുക, പിന്നെ ആരെയും പേടിക്കേണ്ടി വരില്ല. അള്ളാഹിനെ പേടിയില്ലെങ്കിൽ ശരിയാണ്, എല്ലാവരും പേടിപ്പിക്കും, ഈ ജാതിപത്രങ്ങളൊക്കെ പേടിക്കേണ്ടി വരും, സംശയമില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിച്ച് ബേജാറായി വസ്വാസായി നടക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അതിന്റെ ആവശ്യമില്ല, അത് ശരിയല്ല, അത് നമ്മുടെ തൗഹീദിന് യോജിച്ച കാര്യവുമല്ല. അള്ളാഹു അവനെ മാത്രം ആരാധിക്കുന്നവർക്ക് അമ്മിനുണ്ട്, നിർഭയത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ചത്, ഈമാനിൽ ശിർക്ക് കലരാത്തത്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവനാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് പേടിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അള്ളാഹു നിന്യത നിശ്ചയിച്ചിട്ടുള്ള അള്ളാഹു അവന്റെ കുതന്ത്രം ദുർബലമാണെന്നാണ് പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് കാവൽ തേടുക, എങ്കിൽ അള്ളാഹുവിന്റെ കാവൽ ലഭിച്ചാൽ ഒരു മുഅ്മിൻ അവൻ ശക്തനാണ്, അവൻ ഖവിയാണ്, സംശയമില്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? ആ സാഹിറന്മാർ മുഴുവൻ സുജൂദിൽ വീണു. അവർ പറഞ്ഞു, ഞങ്ങളിതാ മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അവർ മുഅ്മിനീങ്ങളായി സുജൂദിൽ വീണു. ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസാ നബിയുടെ ഹാറൂന്റെയും റബ്ബിൽ. അത് പ്രത്യേകം പറഞ്ഞു. അല്ലാഹു അലം എന്തുകൊണ്ടാണ്? കാരണം അവിടെ വേറെ ഒരുത്തരുണ്ട് റബ്ബാന്ന് പറഞ്ഞ് നടക്കുന്നവൻ. റബ്ബിൽ വിശ്വസിച്ചു എന്ന് മാത്രം പറഞ്ഞ് അവർ നിർത്തിയില്ല, റബ്ബുൽ ആലമീനിൽ വിശ്വസിച്ചു എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. പിന്നെ എന്തു പറഞ്ഞു? അവൻ അത് റബ്ബി ഹാറൂന വ മൂസ, ഞങ്ങൾ ഹാറൂന്റെയും മൂസായുടെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഖുർആനിൽ ആവർത്തിച്ച് കാണാം, ഒരാഴ്ച റബ്ബി ഹാറൂന വ മൂസ എന്ന് കാണാം. സൂറത്ത് താഹയിൽ അങ്ങനെ കാണാം. കാരണം ആ സൂറത്ത് അവസാനിക്കുന്നതൊക്കെ ആ രൂപത്തിനാണല്ലോ. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ എന്ന രൂപത്തിനാണല്ലോ. അതുകൊണ്ട് ആദ്യം ഹാറൂൻ നബിയുടെ പേര് പറഞ്ഞതാണ് അതിന് യോജിക്കുക, റബ്ബി ഹാറൂന വ മൂസ. മറ്റൊരു സൂറത്തിൽ നമുക്ക് റബ്ബി മൂസ വ ഹാറൂൻ എന്ന് കാണാം. മൂസാ നബിയുടെ പേര് ആദ്യം പറഞ്ഞത് കാണാം. സുജൂദിൽ വീണു അവർ. ഫിറഔൻ ഉടനെ അവന്റെ തന്ത്രം നേരെ അട്ടിമറിക്കുകയാണ്. അവൻ പറഞ്ഞ ന്യായം കേൾക്കണം, എന്നോട് അനുവാദം ചോദിക്കാതെ നിങ്ങൾ വിശ്വസിക്കുകയോ? എന്നോട് ചോദിക്കാതെ എന്ന് പറയാൻ അവൻ പറയുന്നത് എന്താണ്? വിശ്വസിക്കണമെങ്കിൽ ആദ്യം അവനുമായൊരു മഷൂറ വേണ്ടി വരും. അവനുമായി ഒന്ന് കൂടി ആലോചിച്ചിട്ട് വിശ്വസിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കണം. രണ്ട്, അവൻ പറഞ്ഞു, ഇത് നിങ്ങളെ മുഴുവൻ സെഹർ പഠിപ്പിച്ച ആളാണ് മൂസ. പിന്നെ അവൻ പറഞ്ഞു, ഇത് ഈ നാട്ടുകാരെ ഇവിടെ നിന്ന് മിസ്റന്ന് പുറത്താക്കാനുള്ള നിങ്ങളുടെ മുഴുവൻ പേരും നേരത്തെ കൂടിയാലോചിച്ച ഗൂഢാലോചനയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് കുട്ടികൾ പറയുന്ന പോലത്തെ ന്യായമാണ്, ചെറിയ കുട്ടികൾ പറയുന്ന പോലത്തെ ന്യായം. കാരണം അവിടെ കൂടിയ സകല ആളുകൾക്കും അറിയാം മൂസ അലൈഹിസ്സലാം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. മൂസ അലൈഹിസ്സലാം അല്ല അവർക്ക് സിഹർ പഠിപ്പിച്ചത്, മറിച്ച് അവരാണ് അവരെ മുഴുവൻ കൊണ്ടുവന്നത് മൂസാ നബിയോട് മത്സരിക്കാൻ. എന്നിട്ട് അവർ വിശ്വസിച്ചപ്പോൾ അവരതാ നേരെ ന്യായം മാറ്റി പറയുക. പിന്നെ അവൻ ഭീഷണിപ്പെടുത്തി, നിങ്ങളെ ഞാൻ കൈകാലുകൾ എതിർവശത്ത് നിന്നായി ഛേദിച്ചു കളയും. അഥവാ വലത് കൈവെട്ടിയാൽ ഇടതുകാൽ, ഇടത് കൈവെട്ടിയാൽ വലതുകാൽ, ഇങ്ങനെ ഛേദിച്ച് നിങ്ങളെ ഞാൻ ഈത്തപ്പന തടികളിൽ കുരിശിൽ തറക്കും എന്നാണ് അവരെ ഫിറഔൻ ഭീഷണിപ്പെടുത്തിയത്. സുബ്ഹാനല്ലാഹ്. അവർ പറഞ്ഞു, ലാ ദൈർ, ഒരു കുഴപ്പവുമില്ല, ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ, നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. ഇനി നോക്കൂ, നീ എന്ത് ഭീഷണിപ്പെടുത്തിയാലും ഈ ഈമാനിന് പകരം നിന്റെ ഭീഷണിയെ ഞങ്ങൾ വകവെക്കുകയില്ല എന്നാണ്. മുഫസ്സിറുകൾ പറഞ്ഞു, അവരെ ഫിറഔൻ കൊലപ്പെടുത്തി. അവർ പറഞ്ഞു, രാവിലെ സാഹിറുകളായി വന്നവർ വൈകുന്നേരം ശുഹദാക്കളായി മരണപ്പെട്ടു. നേരത്തെ വന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് പോരാടാൻ, ഹക്കിനെ എതിർക്കാൻ, ഈ കൊടിയ ഹറാമും കുഫറുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ അവരുടെ അന്ത്യം എന്തായി? ശുഹദായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഈമാൻ അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഹൃദയത്തിൽ പതിഞ്ഞാൽ പിന്നെ ഭീഷണികൾക്കോ പ്രലോഭനങ്ങൾക്കോ ഒന്നും അതിനെ തടുത്തു നിർത്താൻ സാധ്യമല്ല. അവർ പരലോകം തെരഞ്ഞെടുത്തു. അള്ളാഹുവിൽ അവർക്ക് വലിയ പദവി ലഭിച്ചു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഈമാനെ കുറിച്ച് ഇതാ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമുക്കവൻ അത് പറഞ്ഞു തന്നു അവന്റെ കിതാബിലൂടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദർസുകളിൽ വിശദീകരിക്കാം. اللهم ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.